നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ നെയ്മറോട് മാപ്പ് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോ നസാരിയോ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആദ്യം ആ പോസ്റ്റ് നോക്കാം. എന്തിനാണ് ഇങ്ങനെ നെയ്മറോട് ബ്രസീലിയൻ ഇതിഹാസം മാപ്പ് പറയേണ്ടി വന്നത് എന്നതുകൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: നെയ്മർ ജൂനിയറോട് ഞാൻ മാപ്പ് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ്, CBF പ്രസിഡൻറ്റിനോടുള്ള അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പോയതിന് മാപ്പ് ചോദിക്കുകയാണ്. ഒരു ഫോർമർ പ്ലെയർ എന്ന നിലയിൽ എനിക്കറിയാം മോശമായി പ്രചരിപ്പിക്കപ്പെട്ട കഥകൾ എത്രത്തോളം നമ്മളെ ബാധിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ നെയ്മർ ജൂനിയറുടെ ടാലൻറ്റ് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ബ്രസീലിയൻ ദേശീയ ടീമിൽ അത് എന്ത് ഡിഫറൻസ് ഉണ്ടാക്കുമെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നെയ്മറെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുകൂടി റൊണാൾഡോ നസാരിയോ പറയുന്നു. അപ്പോൾ എന്താണ് നെയ്മറും ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് എർണാൾഡോ റോഡ്രിഗസുമായി ബന്ധപ്പെട്ട് R9 പറഞ്ഞത്? അത് നെയ്മർക്ക് ഇപ്പം ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്നത് ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു പോയ വാക്കുകളെ കുറിച്ചാണ്. അതായത് 2023 ഒക്ടോബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിനിടക്കാണ് നെയ്മർ ജൂനിയർക്ക് പരിക്ക് പറ്റുന്നത്. അന്ന് ആ കാൽമുട്ടിന് പരിക്ക് പറ്റാനുണ്ടായ കാരണം ബ്രസീലിൽ വെച്ച് തന്നെ നടന്ന മത്സരമാണ്. ആ മത്സരത്തിൽ അവിടുത്തെ ഗ്രൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് നെയ്മർക്ക് പരിക്ക് പറ്റിയത് എന്ന് നെയ്മർ വിശ്വസിക്കുന്നു. അതാണ് R9 പറഞ്ഞു വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ബ്രസീലിയൻ ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റുമായിട്ട് നെയ്മർ ഇപ്പോൾ നല്ല രൂപത്തിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുകൂടി R9 പറഞ്ഞിരുന്നു. കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കാം. അദ്ദേഹം പറയുന്നു, എനിക്കറിയാവുന്നത് വെച്ചിട്ട്, അദ്ദേഹം ആ പോഡ്കാസ്റ്റിൽ പറഞ്ഞത് എങ്ങനെയാണ്: എനിക്ക് അറിയാവുന്നത് വെച്ചിട്ട് ഇപ്പോൾ എർണാൾഡോ റോഡ്രിഗസുമായിട്ട് നല്ല നിലയിലല്ല നെയ്മർ പോയിക്കൊണ്ടിരിക്കുന്നത്. എർണാൾഡോയാണ് തൻ്റെ പരിക്കിന്, അതായത് കുയാബയിലെ പിച്ചിൽ അന്ന് തൻ്റെ ലിഗമെന്റിന് പരിക്കേറ്റതിന് നെയ്മർ പഴിക്കുന്നത്. കാരണം ആ ടർഫ് അണീവണായിരുന്നു, അത് അത്ര നല്ല ഒരു പിച്ചായിരുന്നില്ല. അതാണ് ഞാൻ കേട്ടത്. എനിക്കിത് കൺഫേം ചെയ്യാൻ പറ്റില്ല ഇത് സത്യമാണോ എന്നുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള വാക്കുകൾ ഞാൻ ഏതായാലും കേട്ടിട്ടുണ്ട് എന്നാണ് അന്ന് R9 പറഞ്ഞത്. അദ്ദേഹം നേരിട്ടറിഞ്ഞു എന്നല്ല, കേട്ടു. ഇങ്ങനെ നെയ്മർക്കിപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റുമായി പ്രശ്നമുണ്ട്, പരിക്ക് പറ്റാൻ കാരണം ആ പിച്ച് വേണ്ട വിധത്തിൽ കോർഡിനേറ്റ് ചെയ്യാത്തതുകൊണ്ടും മറ്റുമൊക്കെയാണ് എന്ന് നെയ്മർ വിശ്വസിക്കുന്നു എന്നതായി ഞാൻ കേട്ടു എന്ന് റൊണാൾഡോ നസാരിയോ പറഞ്ഞു. സ്വാഭാവികമായിട്ടും നെയ്മറെ പോലുള്ള താരത്തിന് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം CBFൻ്റെ പ്രസിഡന്റ് എർണാൾഡോ റോഡ്രിഗസ് തന്നെയാണ് ഇപ്പോഴും. നെയ്മർ ആണെങ്കിൽ ആ പരിക്കിൽ നിന്ന് പിന്നെ പൂർണ്ണമായും മുക്തനായിട്ടുമില്ല. തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ ഇതാ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള മടങ്ങി വരവ് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിൽ എർണാൾഡോ റോഡ്രിഗസ് ആണ് ഇതിൻ്റെ പിന്നിൽ, തൻ്റെ പരിക്കിന് പിന്നിൽ എന്ന് നെയ്മർ വിശ്വസിക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് റൊണാൾഡോ പറയുമ്പോൾ അത് പ്രശ്നമുണ്ടാക്കും നെയ്മർക്ക്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ മാപ്പുമായിട്ട് R9 രംഗത്ത് വന്നിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.